നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യ. അപ്പം എല്ലാ മന്ത്രങ്ങളിലും, അതായത് ദ്വിതീയോധ്യായം അജാതശത്രു ബ്രാഹ്മണം ആരംഭിക്കുന്നത് മുതൽ അവരുടെ സംവാദം തുടങ്ങുമ്പോൾ ഞാൻ ബ്രഹ്മോപദേശം അങ്ങയ്ക്ക് നൽകാം എന്ന് പറഞ്ഞ് ആകാശത്തെ, സൂര്യനെ, ചന്ദ്രനെ, വിദ്യുതിയെ, പലതിനെ, ഇനി പഞ്ചമഹാഭൂതം എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഉപാസിക്കൂ എന്ന് പറഞ്ഞാൽ, അല്ലെ ഞാനിതിനെയാണ് ഉപാസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ അജാതശത്രു പറയുന്നുണ്ട്, ഇതെന്നോട് കൂടുതൽ സംവാദത്തിന് വരണ്ട എന്ന് വിനീതമായി പറയുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അജാതശത്രുവിൻ്റെ സ്വഭാവം ആർക്കും ശത്രുത ഇല്ലാത്തത് കൊണ്ട്. പക്ഷേ അദ്ദേഹം ഇവിടെ ആവർത്തിക്കുകയാണ്, എന്നോട് സംവാദത്തിന് വരണ്ട എന്ന്. അപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ പോയിൻ്റൊക്കെ ശരിയാണ്. അതായത് അജാതശത്രു എന്ന ആൾ ശ്രോത്രിയനാണ്, അജാതശത്രു എന്ന ആൾ ബ്രഹ്മനിഷ്ഠനാണ്, അജാതശത്രു എന്നത് ധീരനാണ്, ശാസ്ത്രത്തിൽ വിശ്വാസമുള്ള ആളാണ്, ശാസ്ത്രത്തിൽ ശ്രദ്ധയുള്ള ആളാണ്, പിന്നെ ശിഷ്യനോട് വാത്സല്യമുള്ള ആളാണ്, അല്ലേ? സദൈവ സൗമ്യ ഇതമഗ്രാസ്യ, അല്ലേ? സൗമ്യ, ആ ശിഷ്യനോട് വാത്സല്യഭാവമുള്ള ആളാണ് അജാതശത്രു. ഇതൊക്കെ എടുക്കാം. പിന്നെ മറ്റൊരു പോയിൻ്റ് എന്തെന്ന് വെച്ചാൽ, ഇവിടെ അജാതശത്രു എന്ന ആൾ സമ്പ്രദായ വിത്താണ്. പോയിൻ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചിലപ്പോൾ മറന്നത് കൊണ്ടായിരിക്കും ആരും ആ പോയിൻ്റ് പറയാഞ്ഞത്. അജാതശത്രു എന്ന ആൾ എന്താണ്? ശാസ്ത്ര സമ്പ്രദായ വിത്താണ്. എന്ന് വെച്ചാൽ എന്താണ്? ആര് ശാസ്ത്രത്തിനെതിര് പറയുന്നു അവരോട് കൂടുതൽ അനുകമ്പയ്ക്കും പോവില്ല, അല്ലെങ്കിൽ കൂടുതൽ കൂട്ടുകൂടാലോ ചങ്ങാത്തത്തിലോ വാത്സല്യത്തിനോ ഒന്നും പോവില്ല. കാരണം ഞാൻ പഠിച്ച എൻ്റെ പരമ്പരയ്ക്ക് എതിരാണ് ഗാർഗ്യൻ. മനസ്സിലാക്കണേ. നമ്മൾ അടുത്ത മന്ത്രത്തിലേക്ക് വേണേൽ പോകാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ പഠിക്കുന്ന കാര്യം ഉറച്ചിട്ട് വേണം അടുത്തതിലേക്ക് പോകാൻ. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ സമ്പദിഷ്ടത്തിന് വരണ്ട എന്ന് ആവർത്തിച്ച് പറയുന്നത്? അദ്ദേഹം സമ്പ്രദായ വിത്തായത്. അപ്പം നമ്മളും അങ്ങനെ ആയിരിക്കണം. കാരണം പല രീതിയിൽ നമ്മൾ പെട്ടുപോകാം. ഇവിടെ ഗാർഗ്യൻ അതാ പറ്റിയത്. ഒന്നിലും ഒരു ഉറപ്പില്ല. ഇപ്പം നമ്മൾ അനേക ശാസ്ത്രങ്ങൾ പഠിക്കുന്നു, ഒരു ദുഃഖം വരുമ്പം ഇതെല്ലാം വിട്ടുപോകാം, അല്ലെ? ഒരു പ്രതിസന്ധി വരുമ്പം വിട്ടുപോകാം, അല്ലെങ്കിൽ ഫലം കണ്ടില്ലെന്ന് വെച്ചാൽ വിട്ടുപോകാം. ഫലം എന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്ക് ഫലം കിട്ടണം. ഞാൻ 5 വർഷമായി, 10 വർഷമായി, 20 വർഷമായി പഠിക്കുന്നു, എനിക്ക് ഫലം കിട്ടുന്നില്ല, ഇത്രയും കാലം ഞാൻ വൃഥാവിലാക്കി, ഞാൻ പോവാമെന്ന് പറഞ്ഞ് വിട്ടുപോകാം. അനേകം പേരുണ്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചതെന്നാണ്, ബൃഹദാരണ്യം വന്നത് ചെറിയൊരു കാടല്ല, വലിയ ഘോര വനങ്ങൾ ചേർന്നതാണ് ബൃഹദാരണ്യം. അപ്പോൾ അവിടെ അനേകം പരീക്ഷണങ്ങൾ വരാം. അപ്പോൾ ഗാർഗ്യൻ എന്നയാൾ നമ്മളെ പരീക്ഷിക്കുകയാണ്, അജാതശത്രുവിനെ അല്ല പരീക്ഷിക്കുന്നത്, നമ്മളെ പരീക്ഷിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുവോ? കാരണം സൂര്യ ഉപാസന കുറച്ച് നാൾ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടും, അല്ലെ ചന്ദ്രദേവതയെ ഏത് ഉപാസനയായിക്കോട്ടെ, സകാമമായി ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടും. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുമോ? അല്ല, ഞാൻ ക്ഷമയോടുകൂടി, നിഷ്ഠയോടുകൂടി, അല്ല, ക്ഷമയാണ് പ്രാഥമികമായിട്ട് സാധകന് വേണ്ടത്, അതോടുകൂടി മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഞാൻ ആരാണ്? സമ്പ്രദായ വിത്താണ്. ഇല്ലെങ്കിൽ ഞാൻ അസമ്പ്രദായ വിത്ത്. ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറയുന്നുണ്ട്, അസമ്പ്രദായ വിത്ത് മൂർഖവത്ത് ഉപേക്ഷണയാണ്. അതായത് നിങ്ങളൊരു അസമ്പ്രദായ വിത്തിനെ കണ്ട അവന് മൂർഖനായി, മൂർഖൻ എന്ന് വെച്ചാൽ വിഡ്ഢിയുടെ സംസ്കൃതമാണ് മൂർഖൻ. മൂർഖവത്ത് ഉപേക്ഷണയാണ്. അതായത് അവരെ വിഡ്ഢികളുടെ കൂട്ടത്തിൽ കൂടിയിട്ട് അവരുടെ കൂടെ കൂടാൻ പോകരുതേ, അവരെ ഉപേക്ഷിച്ചോണം, എത്ര വലിയ ചങ്ങാതിയാണേലും. അതായത് മാനസികമായിട്ട്, വ്യവഹാരത്തിലല്ല കേട്ടോ. ഇതാണ് ഒന്നാമത്തെ കാരണം. ഈ കാരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ശ്രോത്രിയൻ, ബ്രഹ്മനിഷ്ഠൻ ഇത്യാദി കാരണങ്ങളല്ലാണ്ട്, കാരണം എന്താണ്? ആരാണ്? അജാതശത്രു സമ്പ്രദായ വിത്ത്. ഇതിൻ്റെ രണ്ടാമത്തെ കാരണം എന്തെന്ന് വെച്ചാൽ,
ഇത് നമ്മൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ എഴുതിക്കോളൂ. ശാസ്ത്ര ആനർത്ഥ്യ ദോഷാത്. ശാസ്ത്ര ആനർത്ഥ്യ, ആ ദീർഘം, ന ഇർ തഖ്യ, ത ഇഖ്യ, വ്യാഖ്യാനം എന്നൊക്കെ എഴുതില്ല, ആഖ്യ. ആനർത്ഥ്യ ദോഷാത് എഴുതിയെന്ന് വിചാരിക്കുന്നു. ശാസ്ത്ര ആനർത്ഥ്യ ദോഷാത്, അതായത് എന്തുകൊണ്ടാണ് അജാതശത്രു വളരെ വിശാല മനസ്കനായ ഒരു പാവം പിടിച്ച സാധു എന്ന് വേണേൽ നമുക്ക് പറയാം, അങ്ങനെ ഒരു ശത്രുവുമില്ലാത്ത മഹാമനസ്കനായ അജാതശത്രു എന്തുകൊണ്ടാണ് ഇവിടെ കർശനമായിട്ടും ആവർത്തിച്ചുകൊണ്ട് സംവാദത്തിന് വരണ്ട? അതിന് കാരണം ഈ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനും ഈ ലക്ഷണങ്ങളൊക്കെ കൂടിയ സമ്പ്രദായവിത്തായ അജാതശത്രു ഒരാൾ ശാസ്ത്രത്തിന് ഘടകവിരുദ്ധമായി പറയുകയാണെങ്കിൽ അയാളുടെ കൂടെ കൂടിയാൽ നമുക്ക് ദോഷം ഉണ്ടാകും. ആ ദോഷത്തിൻ്റെ പേരാണ് ശാസ്ത്ര ആനർത്ഥ്യ ദോഷം. ഒരുപാട് ദോഷങ്ങളുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഗുരുനിന്ദ നടത്തിയാൽ ദോഷം ഉണ്ടാകും അല്ലേ? നമ്മൾ വ്യാഖ്യാനിക്കുന്ന തെറ്റാണെങ്കിൽ അതിന് ദോഷം. പിന്നെ കർമ്മകാണ്ഡത്തിലൊക്കെ പറഞ്ഞാൽ അനേകം ദോഷങ്ങളുണ്ട്. ബ്രഹ്മഹത്യാദോഷം, പിതൃദോഷം, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാകുന്നു. ഇതിൽ അതുപോലെ ഒരു ദോഷമാണ് ശാസ്ത്ര ആനർത്ഥ്യ ദോഷം. എന്ന് വെച്ചാൽ നമ്മൾ ശാസ്ത്രം അറിഞ്ഞിട്ട് അതിനെ അതിൻ്റേതായ രീതിയിൽ വ്യാഖ്യാനിക്കാതെ നമ്മൾക്ക് സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ മാറ്റുകയാണെങ്കിൽ, ഇവിടെ സന്ദർഭം എന്താണ് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ദോഷമാണിത്, ശാസ്ത്ര അനർത്ഥ്യ ദോഷം. അപ്പോൾ ഇവിടെ സന്ദർഭം എന്താണ്? ഗാർഗ്യൻ അദ്ദേഹത്തിന് വലയിൽ വീഴ്ത്താൻ നോക്കുകയാണ്. ഈ ഉപാസന ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, പെട്ടെന്ന് ഫലം കിട്ടൂ, അല്ല ഞാനിങ്ങനെയാണ് ശ്രേഷ്ഠനായത് അല്ലേ? അപ്പോൾ ഒറ്റ വാക്കിൽ തന്നെ അവിടെ ഇല്ലാണ്ടാക്കുകയാണ്. കാരണം ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമാണ് അജാതശത്രു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, ഞാൻ പഠിച്ചതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ എനിക്ക് ശ്രുതി മാതാവിൻ്റെ ശാപമുണ്ടാകും. ആ ശാപം എന്ന് വെച്ചാൽ ശ്രുതി മാതാവ് എഴുന്നേറ്റ് വന്ന് തഥാസ്തു എന്ന് പറഞ്ഞ് ശപിക്കുമെന്നല്ല ഇവിടെ, അങ്ങനെ എടുക്കരുത്. പാപമുണ്ടാകും നമ്മൾ. ആ പാപമാണ് ശാസ്ത്ര അനർത്ഥ്യ ദോഷം. നമ്മുടെ ഇഷ്ടത്തിന് വളച്ചൊടിക്കും. അനേകം ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാതെ ചെയ്താൽ പ്രശ്നമില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ശാസ്ത്രത്തിനെ വളച്ചൊടിക്കുക. അങ്ങനെയാണ് അനേകം മതങ്ങൾ ഭാരതത്തിൽ ഉണ്ടായത്. കണാദ മതം, ഗൗതമതം, എന്താ പറയുക, ദ്വൈതവാദികൾ ഒരുപാടുണ്ട്. അവരൊക്കെ പൊട്ടിമുളയ്ക്കാൻ കാരണം ഇതാണ്, അവരുടെ ഇഷ്ടത്തിന് അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് പക്ഷി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, അത് ലോകത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അന്യം നിന്നുകൊണ്ടേയിരിക്കുകയാണ്. ലക്ഷങ്ങൾ അനുയായികൾ ഉണ്ടായിരുന്നതാണ് ബൗദ്ധമതം. ഇപ്പോഴോ ജൈനമതം, എത്ര നോക്കിക്കോളൂ. പക്ഷെ അതിന് ച്യുതി വരുന്നത് നമ്മൾക്ക് കാണാം. പക്ഷെ അദ്വൈതമോ അതിന് ച്യുതി വന്നാലും അതിനെ ഉയർത്തുവാൻ അവതാരങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. കാരണം അവർ ശാസ്ത്ര അനർത്ഥ്യ ദോഷത്തിന് എതിരായിട്ട് പ്രവർത്തിക്കും. ആ ദോഷമില്ലാത്തത് കൊണ്ട് അത് മുന്നോട്ട് പോകണം. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കും. അത് തന്നെയാണ് ഇവിടെ അജാതശത്രു. അദ്ദേഹത്തിന് അറിയാം, ഞാൻ ഗാർഗ്യൻ്റെ കൂടെ കൂടിയാൽ എനിക്കും ഈ ദോഷമുണ്ടാക്കും, ഞാൻ പഠിച്ചതൊക്കെ വൃഥാവിലായി പോകുമെന്ന്. അത് കാരണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരിടത്തൊരു രാജാവുണ്ടായിരുന്നു. അപ്പോൾ ആ രാജാവിന് ശാസ്ത്രം പഠിക്കണം എന്ന വലിയ ഒരാഗ്രഹം ഉണ്ടായി. അപ്പം ഗുരുനാഥൻ്റെ അടുത്ത് പറഞ്ഞു, അവർക്ക് രാജഗുരുക്കന്മാരുണ്ടല്ലോ, അപ്പം ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ബ്രഹ്മവിദ്യ പഠിക്കണം, ശാസ്ത്രം പഠിക്കണം
അപ്പം ഗുരു പറഞ്ഞു, അങ്ങ് ചെറുപ്പത്തിലൊന്നും പഠിച്ചതൊന്നും ഓർമ്മയില്ല, ഇത്യാദി ഇങ്ങനെ സംവാദങ്ങളൊക്കെ പറഞ്ഞു. അപ്പം രാജാവ് പറഞ്ഞു, എനിക്ക് വീണ്ടും പഠിക്കണം, എനിക്ക് ഉറയ്ക്കണം, എനിക്ക് അങ്ങേപ്പോലെ ശ്രേഷ്ഠനാകണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഗുരു വീണ്ടും ഉപദേശിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ തമ്മിലുള്ള സംവാദമൊക്കെ പറഞ്ഞു വേദങ്ങൾ, വേദാന്തങ്ങൾ, ഉപനിഷത്തുക്കളൊക്കെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠനം തുടർന്ന് ഗുരു എല്ലാ ദിവസവും അവസാനം പറയും, എല്ലാം ഒന്നാണ്, സർവം ഖൽവിദം ബ്രഹ്മ, പരമാത്മാവല്ലാതെ ഒന്നുമില്ല, നീ എല്ലാറ്റിലും ഈശ്വരൻ. നമ്മളും അതല്ലേ പഠിക്കുന്നല്ലേ, എല്ലാറ്റിലും ഈശ്വരനെ കാണണം അല്ലേ, എല്ലാം ഈശ്വരൻ്റെ സ്വരൂപമാണ്, അതിൽ കുടികൊള്ളുന്ന ഒരാളാണ്, പല പല രൂപങ്ങൾ, നാമരൂപങ്ങൾക്കേ മാറ്റമുള്ളൂ, എല്ലാം ഒന്നാണെന്നല്ലേ. അപ്പോൾ സർവം ഖൽവിദം ബ്രഹ്മ, അതിങ്ങനെ പറഞ്ഞു എന്നും ആ ഉപദേശം കൊടുത്തിട്ടാണ് ഒരു പാഠം അവസാനിപ്പിച്ച് പോകുന്നത്. പിറ്റേ ദിവസവും വരും, പിറ്റേ ദിവസവും പാഠത്തിൻ്റെ അവസാനം പറയും സർവം ഖൽവിദം ബ്രഹ്മ എന്നിങ്ങനെ പറഞ്ഞു പോകും. അപ്പം നമുക്കിത് കേട്ട് തന്നെ കേൾക്കുമ്പോൾ ബോറടിക്കും അല്ലേ. അപ്പോൾ രാജാവിനൊട്ടും ക്ഷമയില്ല. അപ്പോൾ രാജാവ് വിചാരിച്ചു, ശരി ഇങ്ങനെ ഇത് തന്നെ പറിച്ചിട്ട് കാര്യമില്ലല്ലോ, ഗുരുവിനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, രാജാവ് എല്ലാം ഒന്നല്ല പറയുന്നത്, എല്ലാറ്റിലും ഈശ്വരനെ കാണുന്ന എല്ലാം ഒന്നാണെന്ന് പറയും. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു, ഈ പത്നി ഉണ്ടല്ലോ, രാജാവിൻ്റെ പത്നി അല്ല രാജ്ഞിയുണ്ട്, രാജ്ഞിയുടെ തോഴിയുണ്ട്, അതായത് കൊട്ടാരം നർത്തനം ചെയ്യും, രാജ്ഞിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന തോഴിമാരുണ്ടാവുമല്ലോ. അപ്പോൾ ഈ തോഴിയുടെ കൂടെ സംബന്ധം തുടങ്ങി, തോഴിയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി. ഇപ്പോൾ രാജ്ഞിയുടെ അടുത്ത് പോവില്ല, പള്ളിയറയിൽ പോവില്ല, എന്ത് ചെയ്യും, തോഴിയുടെ കൂടെയായി സഹവാസം. അപ്പോൾ രാജ്ഞിക്ക് വലിയ ദുഃഖമായി. അപ്പം രാജ്ഞി എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ഒരു രാജഗുരുവിൻ്റെ അടുത്തല്ലേ പോകുന്നത് അപ്പീലിന്. അപ്പോൾ രാജ്ഞി പോയി ഇങ്ങനെ രാജഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങ് പഠിപ്പിച്ചതിൻ്റെ വിശേഷമാണ്, രാജാവ് എൻ്റെ കൂടെ വരുന്നില്ല, എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല, ഇപ്പോൾ തോഴിയുടെ കൂടെയാണ്. അപ്പോൾ ഗുരുനാഥൻ ചോദിച്ചു, ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ഗുരു വിളിപ്പിച്ചാൽ രാജാവിന് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പം ഗുരുനാഥൻ ചോദിച്ചു, അങ്ങ് എന്താണ് ഈ കാണുന്നത്, രാജ്യത്തിന് അധോഗതി ഉണ്ടാകും, പ്രജകൾക്ക് ക്ഷേമം നോക്കേണ്ട ആൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പറയാൻ തുടങ്ങി. അപ്പം രാജാവ് എന്ത് പറഞ്ഞു, അങ്ങല്ലേ എന്നെ പഠിപ്പിച്ച സർവം ഖൽവിദം ബ്രഹ്മ എന്ന്. അപ്പം ഞാൻ രാജ്ഞിയിലും ഈശ്വരനെ കാണുന്നു, തോഴിയിലും ഈശ്വരനെ കാണുന്നു, അപ്പോൾ ആരുടെ കൂടെ സഹവസിച്ചാൽ എന്താ കുഴപ്പം അല്ലേ, മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആരുടെ കൂടെ സഹവസിച്ചാൽ എന്ത് കുഴപ്പം, ഞാൻ എല്ലാറ്റിലും ഈശ്വരനെ കാണുന്നു. അപ്പം ഗുരുനാഥന് മനസ്സിലായി, ഇദ്ദേഹം ശാസ്ത്ര ആനർദ്ധയ്ക്ക് ദോഷത്തിലേക്കാണ് പോകുന്നത്. അപ്പം ഇങ്ങനെയായ കാര്യമില്ല, അദ്ദേഹത്തിനെ പരീക്ഷണത്തിലൂടെ തന്നെ വിശ്വാസിയാക്കി മാറ്റണം. ഞാൻ പറഞ്ഞ താല്പര്യം അദ്ദേഹത്തിന് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെ വെറുതെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പരീക്ഷിക്കണമെന്ന് മനസ്സിലാക്കി. ഗുരുനാഥന് മനസ്സിലായി രാജാവിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്തു, ഗുരു രാജ്ഞിയോട് പറഞ്ഞു, നാളെ രാജാവ് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ പാത്രം ഉണ്ടല്ലോ ഭക്ഷണത്തിൻ്റെ, അതിൽ ചോറിന് പകരം ചാണകം വിളമ്പണമെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല ഈ കഥ. ചാണകം വിളമ്പാൻ പറഞ്ഞു. അപ്പോൾ രാജ്ഞിക്ക് പേടിയായി, കാരണം രാജാവിന് ദേഷ്യം വന്നാൽ രാജ്ഞിയെന്നില്ല ആരെന്നില്ല തലയിറക്കും അപ്പോഴല്ലേ. അപ്പം ഗുരുനാഥൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ പറയുന്ന പോലെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ രാജ്ഞി എന്ത് ചെയ്ത് ചാണകം വിളമ്പി. അപ്പം രാജാവ് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ആരവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ് രാജശാസനം തുടങ്ങി, ഇങ്ങനെ ആരാണ് ചെയ്തത്. അപ്പം ഭടന്മാർ പറഞ്ഞു, ഇല്ല നമ്മളല്ല, രാജ്ഞിയാണ് ഇങ്ങനെ. അപ്പോൾ രാജ്ഞിയെ വിളിപ്പിച്ചു, രാജ്ഞി വന്നു ഇങ്ങനെ. അപ്പം രാജ്ഞി പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല, ഗുരുനാഥൻ പറഞ്ഞിട്ട് ചെയ്തു. അപ്പം ഗുരുവിനെ തടങ്കിലാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു, കാരണം രാജാവിനെ അവഹേളിക്കുകയല്ലേ ചെയ്യുന്ന അവിടെ ചാണകം കൊടുത്തിട്ട്. അപ്പം ഗുരു എന്ത് ചെയ്തു, വന്നു, ഗുരുനാഥൻ പറഞ്ഞു, നീ ഇത് കഴിക്കാൻ പറഞ്ഞു. അപ്പം രാജാവ് പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ചാണകം കഴിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് ഗുരു പറഞ്ഞു, ശരി നിനക്ക് ചാണകം കഴിക്കാൻ സാധിക്കുന്നില്ല. അപ്പം രാജാവ് പറഞ്ഞില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല,
അപ്പം ഗുരു എന്ത് ചെയ്തു? ഗുരു തൻ്റെ മഹാസിദ്ധി കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? പന്നിയുടെ രൂപമെടുത്തു ഗുരുനാഥൻ. എന്നിട്ട് എന്ത് ചെയ്തു? പന്നിയായി വന്ന് ചാണകം കഴിച്ചു. അപ്പോൾ എന്നിട്ട് എന്താണ് അതിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന തത്വം? അതായത് വ്യവഹാരത്തിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് രാജാവിന് തൻ്റെ തെറ്റു മനസ്സിലായി. കാരണം ഞാൻ വ്യവഹാരത്തിൽ പത്നി എന്നത് അല്ലെ രാജ്ഞി എന്നത് രാജ്ഞി തന്നെയാണ്, തോഴി എന്നത് തോഴി തന്നെയാണ്. അതിൽ ഈശ്വരനെ കാണുക. ആ തോഴിയിൽ ഈശ്വരനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചാണകത്തിൽ ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ല? അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ശാസ്ത്രാർത്ഥങ്ങളെ വളച്ചൊടിക്കരുത്. അപ്പോൾ എന്തുണ്ടാകും? ശാസ്ത്ര അനർത്ഥക്യ ദോഷം ഉണ്ടാകും. അപ്പോൾ ഗുരുവിനറിയാം ഇത് എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ സാധിച്ചത് കൊണ്ടല്ല രാജ്ഞിയെ ഉപേക്ഷിച്ച് രാജാവ് പോയത്. അത്രയൊന്നും ശ്രേഷ്ഠനായിട്ടില്ല രാജാവ്. അങ്ങനെയാണെങ്കിൽ ഈ പരീക്ഷണത്തിൽ വിജയിച്ചേനെ. പരീക്ഷണത്തിൽ പക്ഷെ തോറ്റുപോയി. ചാണകം ഭക്ഷിക്കാൻ സാധിച്ചില്ല രാജാവിന്. അപ്പോൾ രാജാവിനും തൻ്റെ തെറ്റ് മനസ്സിലായി. തോഴിയിൽ ഈശ്വരനെ കാണെങ്കിൽ ചാണകത്തിൽ ഈശ്വരനെ കണ്ടേനെ. ആ കഴിവ് രാജാവിന് ഇല്ലാണ്ടായിപ്പോയി. അപ്പം ഗുരു ഉപദേശിക്കും, നീ ഇങ്ങനെ ആവരുത്. ശാസ്ത്രത്തിനെ നമ്മുടെ ഇഷ്ടപ്രകാരം വളച്ചൊടിക്കരുത്. അപ്പോൾ എന്തുണ്ടാകും? ഈ ദോഷമുണ്ടാകും. ഈ ദോഷം അനേകം ജന്മങ്ങളെടുക്കും ഇത് പോകാൻ. എളുപ്പമൊന്നും മാറില്ല. നമ്മൾ അനേകം ജന്മങ്ങൾ ശാസ്ത്ര അഭിരുചി പോലും ഇല്ലാണ്ട് അലഞ്ഞ് നടക്കേണ്ടി വരും. പാപമുണ്ടാകും. ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമായ പാപമുണ്ടാകും. അപ്പം അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് പിന്നെ രാജാവ് തൻ്റെ തെറ്റൊക്കെ പറഞ്ഞ് വീണ്ടും ക്ഷമാപണം പറഞ്ഞ് ഗുരു ഉപസത്തിയൊക്കെ നടത്തി അങ്ങനെ കഥ പോവുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? സംവദിഷ്ടാഹ എന്ന വാക്ക് ഇമ്പോർട്ടൻ്റ് ആണത്. എന്നോട് സംവാദത്തിന് വരണ്ട എന്ന് ധീരനായി നിന്നുകൊണ്ടാണ് അജാതശത്രു പറയുന്നത്. അപ്പം ധീരത എന്തുകൊണ്ട് വന്നു? അദ്ദേഹം സമ്പ്രദായ വിത്തായതുകൊണ്ട് വന്നു, അദ്ദേഹം ശ്രോത്രിയനായതുകൊണ്ട് വന്നു, അദ്ദേഹം ബ്രഹ്മനിഷ്ഠനായതുകൊണ്ട് വന്നു, അദ്ദേഹം വിവേക വൈരാഗ്യ അതാരും പറഞ്ഞില്ല കേട്ടോ, ക്ഷമതമാതി ഷട്സമ്പത്തി അതുകൊണ്ട് അതൊക്കെയുള്ള അധികാരിയായതുകൊണ്ട്, ശാസ്ത്ര അധികാരിയാണ് അജാതശത്രു. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ധൈര്യത്തോടു കൂടി പറയാൻ സാധിച്ചു. ശാസ്ത്രത്തിൽ ശ്രദ്ധയുള്ളത് കൊണ്ട് വന്നു അല്ലേ. പിന്നെ ഈ അഹങ്കാരിയായ ഗാർഗ്യനെ വാത്സല്യം കാണിച്ച് പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ പറ്റൂല. അഹങ്കാരത്തിന് അല്ലേ. വളരെ നാട് മുടിക്കുന്ന ഒരു പുത്രനുണ്ടായി. പക്ഷെ അമ്മയ്ക്ക് അത് പുത്രനാണെന്നും പറഞ്ഞ് അമ്മ അവർക്ക് പാലും തേനും കൊടുത്തോണ്ടിരുന്ന ആ പുത്രൻ എന്ത് ചെയ്യും? ആ പുത്രൻ നാട് മുടിക്കുക തന്നെ ചെയ്യുള്ളൂ. പക്ഷെ അപ്പം അമ്മമാരെന്ത് ചെയ്യണം? വടിയെടുത്ത് അടിക്കേണ്ട സ്ഥലത്ത് അടിക്കുക തന്നെ ചെയ്യും അല്ലേ. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ ആ കുട്ടിയെ നന്നാക്കി എടുക്കുക. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇവിടെ അജാതശത്രുവും ഈ അഹങ്കാരിയായ ഗാർഗ്യൻ്റെ ഗർവം നശിപ്പിക്കുക എന്നത് എളുപ്പമല്ല. അപ്പോൾ ആ ഗർവഭാഷയിൽ തന്നെ സംസാരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അഹങ്കാരിയായ ഗാർഗ്യൻ്റെ ഗർവം നശിപ്പിക്കുക എന്നത് എളുപ്പമല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഗർഭഭാഷയിൽ തന്നെ സംസാരിക്കണം. ആ ഗർവത്തോടുകൂടി സംസാരിച്ചത് കൊണ്ടാണ് മാമാ ഏതസ്മിൻ സംവദിഷ്ട എന്ന് ആവർത്തിക്കുന്നത്. അല്ലാണ്ട് അജാതശത്രു എന്നത് പുതിയൊരു ശത്രുവിനെ സൃഷ്ടിക്കുകയല്ല അദ്ദേഹം. അങ്ങനെ അല്ലേ നമ്മൾ പറയില്ലേ, തല്ലൻ്റെ അടുത്ത് തല്ലണം, തലോടൻ്റെ അടുത്ത് തല്ലണം. അങ്ങനെ അപ്പോൾ ഒരു തല്ല് കൊടുക്കുമ്പോൾ അവിടെ ശരിയായിക്കോളും. അങ്ങനെ പിന്നെ തലോടലുണ്ടാവും. ഇനി 14-ാം മന്ത്രം മുതൽ നമ്മൾ തലോടൽ കാണാൻ പോവുകയാണ്. ഉപദേശം കൊടുക്കുകയാണ് അവിടെ. പിന്നെ എന്താണ് ഈ കാരണം? എന്ത് കാരണം? ഞാൻ ഗാർഗ്യൻ പറയുന്നത് പോലെ പോയാൽ എനിക്ക് എന്തുണ്ടാകും? ഞാൻ ശ്രോത്രിയനായിക്കോട്ടെ, ബ്രഹ്മനിഷ്ഠനായിക്കോട്ടെ, ധീരനായിക്കോട്ടെ, അല്ലെങ്കിൽ അധികാരി ആയിക്കോട്ടെ, ഇതൊന്നും ബാധകമല്ല. ഞാൻ ശാസ്ത്രത്തിനെ
ശാസ്ത്ര ഘടകവിരുദ്ധമായി ചെയ്താൽ എനിക്ക് എന്തുണ്ടാകും? ശാസ്ത്ര അനർത്ഥിക്യ ദോഷം ഉണ്ടാകും. അപ്പം ആ ദോഷം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. ആ ദൃഢത അജാതശത്രുവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഈ ഒരു ഗർവത്തോടു കൂടി തന്നെ സംസാരിക്കുന്നത്, അല്ലേ? അപ്പം അത് മറന്നു പോകരുത്. ഈ വാക്കുകൾ എഴുതി വെക്കണം. നിങ്ങളൊരു ബയോഡാറ്റ ഉണ്ടാക്കണം അജാതശത്രുവിന്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരിക്കണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. നമുക്ക് മടങ്ങി വരാം. 6ാമത്തെ മന്ത്രം നമ്മൾ പകുതി വരെ കണ്ടിരുന്നു, അല്ലേ? സഹോവാച ഗാർഹ്യഃ യഃ ഏവ അയം വായോ പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസ ഇതി സഹോവാച അജാതശത്രുഃ മാമാ ഏതസ്മിൻ സംവദിഷ്ടാഃ. ഇനി അടുത്ത 13 വരെയുള്ള മന്ത്രങ്ങളിൽ ഇത് കാണും. അപ്പോഴൊക്കെ ഈ പോയിന്റ് ഓർക്കണം. ഏത് പോയിന്റ്? ശാസ്ത്ര അനർത്ഥിക്യ ദോഷം എന്നത് എപ്പോഴും ഓർക്കണം. കാരണം നമുക്കും അങ്ങനെ സംഭവിക്കാം. അപ്പം ഇനി അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ആവരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ദ്രോ വൈകുണ്ഠഃ അപരാജിതാഃ സേന ഇതി വാ അഹം ഏതം ഉപാസ ഇതി, അല്ലേ? ഇന്ദ്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. പരമാത്മാവ് വായു എന്ന മഹാഭൂതത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആളല്ല. പരമാത്മാവ് എല്ലാറ്റിൻ്റെയും നേതാ. ഇപ്പം ഇവിടെ എല്ലാറ്റിൻ്റെയും നേതാവെന്ന് വെച്ചാൽ എന്താണ്? ആകാശത്തിനും നേതാവായിരിക്കുന്നവൻ, അല്ലേ? വായുവിനും നേതാവായിരിക്കുന്നവൻ, പ്രാണനും നേതാവായിരിക്കുന്നവൻ, അഗ്നിക്കും നേതാവായിരിക്കും, ഭൂമിക്കും നേതാവ്, എന്തൊക്കെ ഉണ്ടോ, എന്തിനെയൊക്കെ സൃഷ്ടിച്ചോ അതിനെയൊക്കെ. അപ്പം ഇവിടെ ആ സൃഷ്ടിക്രമം നമ്മൾ ഓർക്കണം, അല്ലേ? പെട്ടെന്നൊന്ന് ഞാൻ പറയാം. ആകാശാത് വായുഃ വായോരഗ്നിഃ അഗ്നിരാപഃ അദ്ഭ്യ പൃഥിവി പൃഥിവ്യാമോഷധിഭ്യഃ ഓഷധിഭ്യോന്നം അന്നാത് പുരുഷഃ സവായേഷ പുരുഷോർനരസമയഃ. അത്ര ഓർക്കണം അവിടെ. എവിടെ? ഇന്ദ്രൻ എന്ന ഒറ്റ വാക്കിൽ. കാരണം ഇതിനെയൊക്കെ ആ സൃഷ്ടിക്രമമാണ് നമ്മൾ പറഞ്ഞത്. എല്ലാറ്റിനെയും സൃഷ്ടിച്ച് ആ പരമാത്മാവ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനായതുകൊണ്ട് എല്ലാറ്റിനും നേതാവായിരിക്കുന്നു. അതുകൊണ്ട് ആ ഈശ്വരൻ വായു എന്ന മഹാഭൂതത്തിൽ ഒതുങ്ങുന്നവനല്ല, പരിമിതനല്ല. പരമാത്മാവ് ഇന്ദ്രനാകുന്നു. അടുത്ത എന്താ? വൈകുണ്ഠം. നമ്മൾ അതും കണ്ടു. എന്താണ്? പരമാത്മാവ് ഒരു ദുഃഖവുമില്ലാത്തവനാണ്. ജീവൻ മുക്തൻ്റെ ലക്ഷണം തന്നെയാണിത്. എന്തുകൊണ്ടാണ് മഹാത്മാക്കളെ മഹാരാജ് എന്ന് വിളിക്കുന്നത്? അല്ലേ? അവർക്കൊന്നുമില്ല. സാധാരണ രാജാക്കന്മാരെയാണ്, അല്ലേ? അനേകം നാട്ടുരാജ്യങ്ങൾ അടക്കി പിടിച്ച് രാജാവായി ചക്രവർത്തിയാകുന്ന ആളെയാണ് മഹാരാജ് എന്ന് വിളിക്കുന്നത്. പക്ഷേ മഹാത്മാക്കളെ വിളിക്കുന്നത്, നിങ്ങൾ ഉത്തരഭാരതത്തിലൊക്കെ വന്നാൽ കാണാം, മഹാരാജ് എന്നാണ് വിളിക്കുക. എന്തുകൊണ്ട്? ഒന്നുമില്ലായിരിക്കും, അവരുടെ കയ്യിൽ 5 രൂപ പോലും ഉണ്ടാവില്ല. പക്ഷെ അവരെ ജനങ്ങൾ വിളിക്കുന്ന മഹാരാജ് എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് ഒരു ദുഃഖവുമില്ല, അവരാനന്ദത്തിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ആനന്ദിക്കാൻ സാധിക്കുന്നു. അതാണ്. അത് തന്നെ ഇവിടെ പറഞ്ഞു, വൈകുണ്ഠ. അപ്പോൾ ആരാണോ ഈശ്വരനെ ആശ്രയിക്കുന്നത് അവർക്കും ഈ ഫലമുണ്ടാകും എന്ന് പറയുന്നു. അടുത്ത എന്താണ്? അപരാജിതാഹ സേന. അതിൻ്റെ അർത്ഥം, ഒന്നാമത്തെ അർത്ഥം എഴുതിക്കോളൂ. ന അന്തർശത്രൂന, അന്തർശത്രൂനെ, ന അന്തർശത്രൂനെ, നേ നകാരം എഴുതിയിട്ട് മേളിലൊരു വര ഇടുക. നേ ശത്രുവിനെ. ന ബാഹ്യശത്രുവിനെ, അന്തർശത്രുക്കളാലും ബാഹ്യശത്രുക്കളാലും, അങ്ങനെ വരും. അപരാജിത സേനാനായക. വേണ്ടവരെഴുതിയാൽ മതി കേട്ടോ. അത്രയും സംസ്കൃതമൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എഴുതണ്ട. പക്ഷെ ഞാൻ പറയുക എന്നത് കടമയായതുകൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. അന്തർശത്രുവിനെ, ന ബാഹ്യശത്രുവിനെ, അപരാജിത സേനാനായക.
അതായത് ഈശ്വരൻ എന്ന് പറയുന്നത് സേനയുടെ നായകനാണെന്ന്. എങ്ങനെയുള്ള സേന? ഭഗവാന് അകത്തും ശത്രുക്കളില്ല, പുറത്തും ശത്രുക്കളില്ല, എല്ലാവരും ചങ്ങായിമാർ തന്നെ. അതാണ് അന്തർശത്രുവിന് ബാഹ്യശത്രുവിന് സേനാനായകൻ. ആ സേനയുടെ നായകനാണ്. അപ്പോൾ എനിക്കും അങ്ങനെയുള്ള അവസ്ഥ എത്തണമെങ്കിൽ, എനിക്ക് അകത്തും പുറത്തും ശത്രുക്കൾ വേണ്ട എങ്കിൽ ഞാൻ ആ സേനാനായകനെ കൂട്ടുപിടിക്കണമെന്നാണ് അജാതശത്രു പറയുന്നത്. ആരെ? പരമാത്മാവിനെ. ഈശ്വരൻ ആരും ശത്രുക്കളില്ല. ഭഗവാനോട് ശത്രുതയുള്ള ആയിരക്കണക്കിന് ആളുകൾ കാണും, പക്ഷെ ഭഗവാന് ആരും ശത്രുക്കളില്ല. അപ്പോൾ എനിക്കും ആ അവസ്ഥയെ പ്രാപിക്കണമെങ്കിൽ ഞാൻ ആ സേനാനായകനെ കൂട്ടുപിടിക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപരാജിതാഹ സേന. വേറൊരർത്ഥമുണ്ട്, അത് വേണ്ടവരെഴുതിക്കോളൂ. അപരാജിതാഹ സേന എന്ന വാക്കിൻ്റെ രണ്ടാമത്തെ നിരുക്തം പരിഭാഷ എന്നുവെച്ചാൽ ന സ്വപ്നേ പരാജിതം ദർശയതി. ഭഗവാന്റെ ലക്ഷണം അല്ലെ, ബ്രഹ്മലക്ഷണമാണല്ലോ അത്. അതാണ് പറയുന്നത്. ന സ്വപ്നേ പരാജിതം ദർശയതി. അത് കേൾക്കുമ്പോഴേ മനസ്സിലായി കാണും എന്താണ്. ഭഗവാന് സ്വപ്നത്തിൽ പോലും പരാജയം കണ്ടിട്ടില്ലെന്ന്. അല്ലെ ഇങ്ങനെയും പറയാട്ടോ, ന സ്വപ്നേ പരാജിതം അനുഭവതി എന്നും പറയാം. അനുഭവിച്ചിട്ടേ ഇല്ലെന്ന്. ന സ്വപ്നേ പരാജിതം ദർശയതി എന്നും പറയാം, ന സ്വപ്നേ പരാജിതം അനുഭവതി എന്നും പറയാം. ഈശ്വരൻ എങ്ങനെയാണ്? ഈശ്വരനെ നമുക്ക് സ്വപ്നത്തിൽ പോലും തോൽപ്പിക്കാൻ സാധിക്കില്ല. പിന്നെയല്ലേ നേരിട്ട് എത്ര ആളുകൾ വന്ന്, അതൊക്കെ ഇവിടെ നമുക്ക് ഓർക്കാം. രാവണൻ വന്നു, ആരൊക്കെ വന്നല്ലേ, നമ്മൾ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. അനേകം ശത്രുക്കൾ വന്നു, വലിയ ഉപാസകർ വന്നല്ലേ, വലിയ ഉപാസന ചെയ്ത് വരം നേടിയ ഭസ്മാസുരൻ വന്നു, പൂതന വന്നു, എത്ര കഥാപാത്രങ്ങൾ വന്നു. അവർക്കൊക്കെ സ്വപ്നത്തിൽ പോലും ഭഗവാനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള അതാണ് അപരാജിത. ഒരിക്കലും ആരാലും തോൽവി എന്നത് സാധ്യമല്ല. പക്ഷെ വായുവിന് എങ്ങനെയാണ്? വായു പരിമിതനാണ്. എല്ലാ ദേവതകളും പഞ്ചമഹാഭൂതങ്ങളും പരിമിതമാണ്. അപ്പം അവർക്കൊക്കെ തോൽവിയുണ്ട്. പക്ഷെ എല്ലാ ദേവതകളെയും സൃഷ്ടിച്ച ഈശ്വരന് തോൽവി ഉണ്ടാവില്ല. അതാണ് പറയുന്നത്. ന സ്വപ്നേ പരാജിത. നല്ല ഒരു വ്യാഖ്യാനമാണ് ഭഗവത്പാദർ തന്നിരിക്കുന്നത്. അടുത്ത എന്താണ്? ഇന്ദ്രഃ വൈകുണ്ഠഃ അപരാജിതാഃ സേന. ഇത്രയും ബ്രഹ്മലക്ഷണങ്ങൾ പറഞ്ഞതിന് ശേഷം ഇതിവാ അഹം ഏതം ഉപാസയിതി. ഇങ്ങനെ ഉള്ള ലക്ഷണങ്ങളോട് കൂടിയ പരമാത്മാവിനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അഹം ഇവിടെ ആരാണ്? അജാതശത്രു. ഇങ്ങനെയുള്ള പരമാത്മാവിനെയാണടോ ഗാർഗ്യ ഞാൻ ഉപാസിക്കുന്നത് എന്ന് അജാതശത്രു പറയുന്നു. അതിനുശേഷം എന്താ പറഞ്ഞത്? സഹയഃ ഏതമേവ ഉപാസ്തേ ജിഷ്ണുഃ അപരാജിഷ്ണുഃ ഭവതി. അടുത്തത് ഫലശ്രുതി അല്ലേ, മുഖ്യഫലം പറഞ്ഞു. ജിഷ്ണുഃ അവരാരായി മാറും? ജിഷ്ണുവായി മാറും. ജിഷ്ണു എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. നിത്യം ജയശീലവാൻ, നിത്യം ജയശീലവാൻ യസ്യ സഹ ജിഷ്ണുഃ. നിത്യം അല്ലേ, ജയശീലവാൻ യസ്യ സഹ ജിഷ്ണുഃ. ആരാണ് ജിഷ്ണു? ആരാണോ ഞാൻ ഈ പറഞ്ഞ പോലെ ഉപാസിക്കുന്നവർ, അവർ ജിഷ്ണുവായി മാറും. ആ ഉപാസകൻ എത്തുന്ന സ്ഥലമാണ്, അല്ലെ അറ്റൈൻ ചെയ്യുന്ന റിസൾട്ടാണ് പറയുന്നത്. അവർ ജിഷ്ണു ആയി മാറും.
എന്ന് വെച്ചാൽ എന്താണ്, അവരെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അവരെ വിഷമിപ്പിച്ച് തോൽപ്പിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കുറേ ചീത്ത പറയുക അവരെ ബാധിക്കുകയില്ല. നമ്മൾ കല്ലെറിയുക അവർക്ക് വേദനയുണ്ട്. അല്ല, എത്ര മഹാത്മാക്കൾ അവർ ഉപാസനയിലൂടെയാണ് ഈ പദവിയിലെത്തി. രമണ മഹർഷി ആയിക്കോട്ടെ, രാമകൃഷ്ണദേവനായിക്കോട്ടെ, ഇവരൊക്കെ വിഷ്ണുവാണ്. അല്ല, എന്തൊക്കെ ആളുകൾ രമണ മഹർഷിയെ തുപ്പുമായിരുന്ന ആളുകൾ തിരുവണ്ണാമലയിൽ. അവരെ തോൽപ്പിക്കാൻ സാധിച്ചു. എന്തൊക്കെ രോഗാദി ദുരിതങ്ങൾ വന്നു, അവർ കഷ്ടപ്പെട്ടതുപോലെ ആരും കഷ്ടപ്പെട്ടു. അത്രയും രോഗപീഠ അനുഭവിച്ചു. അവരെ തോൽപ്പിക്കാൻ സാധിച്ചോ? ഇല്ല. പ്രകൃതിക്ക് സാധിച്ചില്ല, മനുഷ്യരാൽ സാധിച്ചില്ല, മറ്റ് മൃഗങ്ങളാൽ സാധിച്ചു, ഒന്നിനാലും സാധിച്ചില്ല. കാരണം അവർ ജിഷ്ണുവായി മാറിക്കഴിഞ്ഞു. അപ്പം ആരാണോ ഈശ്വരനെ ഉപാസിക്കുന്നത് അവരും ഈ സ്ഥലം എത്തും. അതാണ് പറയുന്നത് ജിഷ്ണുഹു. അവരാ ഫലത്തെ പ്രാപിക്കും. പിന്നെന്താണ്? അപരാജിഷ്ണുഹു. അപരാജിഷ്ണു എന്ന് വെച്ചാൽ മറ്റൊന്നിനാലും തോൽക്കാത്തവൻ. ന ഭോഗേന പരാജിതം ദർശയത്. അതാണ് അപരാജിഷ്ണു എന്ന് വെച്ചാൽ. അപരാന്ന് വെച്ചാൽ മറ്റൊന്നാണ് അർത്ഥം. ഇവിടെ മറ്റൊന്നെന്ന് വെച്ചാൽ ഭോഗം. എന്ത് ഭോഗം കൊണ്ട് കൊടുത്തോളൂ, അവളൊക്കെ അതിൽ വീണു പോകും. നമുക്കൊക്കെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. പക്ഷേ നിഷ്ഠയോടുകൂടി ഉപാസന ചെയ്യുന്ന ആളുകൾ എത്തുന്നത് ഭോഗേന, ഒരു ഭോഗത്തിനാലും അവർക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല. നമ്മൾ വിചാരിക്കും ഇതൊക്കെ കൊണ്ട് കൊടുത്താൽ അവർക്ക് എന്നോട് ഇഷ്ടം തോന്നും, അല്ലെ അവരെ ഉപാസനയിൽ നിന്നും താഴെ ഇറക്കാമെന്ന്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് തപസ്സിളക്കിയവരുടെയൊക്കെ. വിശ്വാമിത്ര മഹർഷി ആയിക്കോട്ടെ, ദുർവാസാവ് മഹർഷി, അനേകം കഥാപാത്രങ്ങളുണ്ട്. കാരണം അവർ അപരാജിഷ്ണു ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അപ്സരസാദി ഭോഗങ്ങൾ വന്നപ്പോഴും അവർ അവരുടെ തപസ് പരാജയപ്പെട്ടത്. പക്ഷെ ആര് നിഷ്ഠയോടുകൂടി ചെയ്യുന്നു അവരെത്തുന്ന. ഇപ്പം എന്തുകൊണ്ട് ഈ ജിഷ്ണു അപരാജിഷ്ണു എന്നുള്ള വാക്ക് അജാതശത്രു പറയുന്നത്? അദ്ദേഹം നമ്മളെ ഒരു വടിയെടുത്ത് അടിക്കുകയാണ്. എന്താണ് അടി? നിഷ്ഠയോടെ ചെയ്തില്ലെങ്കിൽ ലഭിക്കില്ല. 10 ദിവസം ചെയ്തോ 10 വർഷം ചെയ്താലോ കിട്ടില്ല. ക്ഷമയോടുകൂടി നിഷ്ഠയോടുകൂടി ചെയ്യണം. പിന്നെ ഒന്നും കൂടി ഉണ്ട്, ഫലം കാക്ഷിക്കാതെയും ചെയ്യണം. 10 വർഷം കഴിഞ്ഞ് എനിക്കൊന്നും കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച കാര്യമില്ല. തുടക്കത്തിലേ ഫലം കാക്ഷിക്കാതെ ചെയ്യണം. അതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. ഭവതി, അവരതായി മാറും. പിന്നെ അടുത്ത എന്താണ്? അന്യതസ്ത്യാജ്യായി. അടുത്തത് അവാന്തര ഫലം. ഈ അവാന്തര ഫലം പലർക്കും സംശയമുണ്ട്. ആരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. അവാന്തര ഫലം എന്ന് വെച്ചാൽ വന്നു ചേരുന്ന ഫലത്തിനെയാണ് പറയുന്നത്. അതായത് നമ്മൾ പ്രൈമറി റിസൾട്ട്, സെക്കൻഡറി റിസൾട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. അല്ലാണ്ട് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അവാന്തര ഫലം എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കാതെ നമ്മൾ ഉപാസന ചെയ്യാണ്ടൊന്നും നമുക്ക് കിട്ടുന്ന ബോണസിനെയാണ് പറയുന്നത്. അല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞില്ലേ യോഗക്ഷേമം വഹാമി. ആ യോഗക്ഷേമമാണ് അവാന്തര ഫലം. നമ്മൾ ഈശ്വരന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക, എനിക്ക് വേറെ ഒന്നുമില്ല. ഇപ്പം എൻ്റെ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ അഹങ്കാരമായിട്ട് കാണരുത്, പക്ഷേ എൻ്റെ അനുഭവമാണ്. ഇപ്പോൾ ഇവിടെ വന്നു, ഹിമാലയത്തിൽ വന്നു, ഒന്നുമില്ലായിരുന്നു, ഒന്നുമില്ലാണ്ട വന്നു. പക്ഷേ ഗുരുനാഥൻ വരാൻ പറഞ്ഞു, ടിക്കറ്റ് അയച്ചു വന്നു. പക്ഷേ എല്ലാം തരികയാണ്. നമ്മുടെ കഴിവ് കൊണ്ടോ ഉപാസന കൊണ്ടോ ഒന്നുമല്ല. പക്ഷേ ഈ ഹിമാലയം എന്ന ഭൂമിയുടെ അനേകം മഹാത്മാക്കൾ തപസ് ചെയ്തതിൻ്റെ ഫലം കൊണ്ട് അവർ തപസ് ചെയ്ത് ശരീരം ഉപേക്ഷിച്ചു പോയി. പക്ഷേ ഇപ്പോൾ വരുന്ന സാധുക്കളാണ് അതിൻ്റെ ഫലം അനുഭവിക്കുന്നത്. ഒന്നിനും ഒരു കുറവ് തരുന്നില്ല ഭഗവാൻ, അല്ലേ? എല്ലാം തരുന്നു. നമുക്ക് അത്ഭുതം തോന്നും. പക്ഷേ ഭഗവാൻ നല്ല കടക്കാൻ മുറി തന്നു,
എനിക്ക് മുമ്പ് ഇവിടെ ഒരു മഹാത്മാവാണ് താമസം. സ്വാമിജി സമാധിയായി 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ എത്തി. അതുകൊണ്ട് സ്വാമിജിയുടെ മുറി കിട്ടി, എല്ലാ സാധനങ്ങളും, ചായ ഉണ്ടാക്കാൻ ചായപാത്രം കിട്ടി, എല്ലാം കിട്ടി. അതുപോലെ തന്നെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഓരോന്നും അമ്മമാർ തരും. നമ്മൾ ചോദിച്ചിട്ടല്ല, പക്ഷെ തരികയാണ്. രാവിലെ ഇപ്പോൾ എഴുന്നേൽക്കുമ്പം തന്നെ രാവിലെ പല്ല് തേക്കുന്ന ബ്രഷ് ഒറ്റപ്പാലത്തുള്ള ഒരു പ്രസന്ന അമ്മ അയച്ചു തന്ന്. എന്തിനാ എനിക്കറിഞ്ഞൂടാ, പക്ഷെ 1 വർഷത്തേനുള്ളതുണ്ട്. തല തോർത്ത് ശോഭാമ്മ തന്ന്. ഉടുത്തിരിക്കുന്ന സാരി തൃശ്ശൂരല്ല വത്സല അമ്മ തന്നത്. പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. വെച്ചിരിക്കുന്ന കണ്ണട രാമകൃഷ്ണൻജി തന്നാണ്, മുംബൈയിലുള്ള. എല്ലാം അങ്ങനെ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അതൊക്കെ. കുടിക്കുന്ന ഫ്ലാസ്ക് കോഴിക്കോടുള്ള രാധാജി തന്നതാണ്. അങ്ങനെ എല്ലാം എല്ലാം. പക്ഷെ ഒരാൾ തരുന്ന എല്ലാം അടുത്തയാൾ തരുന്നത്. അതാണ് അവാന്തര ഫലം, നമുക്ക് വന്നു ചേരുകയാണ്. നമ്മൾ ആഗ്രഹിക്കാതെ, അത് നമ്മുടെ ഗുണം കൊണ്ടല്ല. ഇവിടെ അനേകം മഹാത്മാക്കൾ തപസ് ചെയ്ത് ആ ഭൂമിയുടെ പവിത്രത കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം ഇവിടുന്ന് തന്നെ ചിന്മയാൻ സ്വാമിജി പഠിച്ചു പോയി. സ്വാമിജി ഒന്നും ഇല്ലാണ്ടാണ് ഹിമാലയത്തിൽ നിന്ന് പോയത്. ഇപ്പോഴോ എത്രയാ ആസ്തിയെന്ന് ആർക്കും അറിയില്ല. അത്രയും സമ്പന്നമായി ആശ്രമം. ഒന്നുമില്ലാതെയാണ് സ്വാമിജി പോയത്. അപ്പോൾ അത് മഹാഗുരുക്കന്മാരുടെ അനുഗ്രഹം. അതാണ് അവാന്തര ഫലം, നമുക്ക് വന്നു ചേരുന്ന ഫലം അല്ലേ. ആ വാക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് പേര് ആദ്യമായിട്ട് കേൾക്കുകയാണിത്, അവാന്തര ഫലം. ആ അവാന്തര ഫലം ഇവിടെ എന്താണ് പറയുന്നത്? അന്യതസ്ത്യാജ്യായി എന്ന് വെച്ചാൽ എന്താണ്? അന്യതസ്ത്യാജ്യായി എന്ന് വെച്ചാൽ ശത്രുക്കളെ ജയിക്കുക എന്നുള്ളത് ശീലമായിട്ടുള്ളവരായി മാറുക, അവരുടെ സ്വഭാവമായി മാറുക. അതാണ് അജാതശത്രു. ഇതാണ് അന്യതസ്ത്യാജ്യായിക്ക് ഉദാഹരണമാണ് അജാതശത്രു. ശത്രുക്കളെ ജയിക്കുക എന്നുള്ളത് ശീലമായി അവർക്ക്. ഇപ്പോൾ ഇവിടെ ശത്രു ആരായിട്ട് വന്നു? ഗാർഗ്യൻ ശത്രുവായിട്ട് വന്നു. കാരണം ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് പറയുകയാണല്ലോ ഗാർഗ്യൻ. അപ്പോൾ ആ ശത്രുവിനെ ജയിക്കാനായിട്ട് കർക്കശമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. അതാണ് അന്യതസ്ത്യാജ്യായി. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശർഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം.